പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തീർച്ചയായും രാപ്പകലുകൾ വ്യത്യാസപ്പെടുന്നതിലും ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളവയിലും സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് പല തെളിവുകളുമുണ്ട്. അപ്പോൾ രാവും പകലും വ്യത്യാസപ്പെടുന്നതും അതുപോലെ അള്ളാഹു ഭൂമിയിലും ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളിലൊക്കെ സൂക്ഷ്മമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് പല തെളിവുകളുമുണ്ട്. പല നിരീശ്വരവാദികളും ചോദിക്കാറുണ്ട്, അള്ളാഹു ഇല്ല അല്ലെ, ദൈവമില്ല, ദൈവമുണ്ടെങ്കിൽ ഒന്ന് കാട്ടിത്തരൂ എന്ന് അവർ പറയും. ഇപ്പം അടുന്ന കൂട്ടി ഓക്സിജൻ കണ്ടിട്ടില്ല, എന്നിട്ടും ഓക്സിജൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ. അപ്പം അമേരിക്ക കാണാത്ത ആൾക്കാർ പഴയ അമേരിക്ക ഇല്ല എന്ന് പറയുന്നത് മാതിരിയാണ്. ദൈവത്തെ കാണുന്നില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ദൈവത്തെ പല സൃഷ്ടികളിലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ഇക്കോ സിസ്റ്റം എന്നുള്ളൊരു പരിപാടി ഉണ്ട് അല്ലേ, ഒരു ഇതുണ്ട് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. എന്താണ് പരിസ്ഥിതി വ്യൂഹം എന്ന് വെച്ചാൽ തോന്നുന്നത് അതിൻ്റെ പേര് മലയാളത്തിൽ. എന്നുവെച്ചാൽ പിന്നെ പുല്ലിനെ പുൽച്ചാടി തിന്നുന്നു അല്ലേ, പുൽച്ചാടിയെ തവള തിന്നുന്നു, തവളയെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ കഴുകൻ ഭക്ഷിക്കുന്നു അല്ലേ. കഴുകനാവട്ടെ ചത്ത് കഴിഞ്ഞാൽ അതിനെ മണ്ണിലേക്ക് പോയി അതിനെ പുഴുക്കൾ തിന്ന് ഭക്ഷിക്കുന്നു. ഈ പുഴുവിനെ എന്ത് ചെയ്യും, മറ്റു ജീവികൾ തിന്നുന്നു. ഇങ്ങനെ ഒരു ഇക്കോ സിസ്റ്റം അങ്ങനെ ഒന്നിച്ച് ചങ്ങനായിട്ട് തുടർന്ന് പോവുകയാണ്. മനസ്സിലായി. അതൊക്കെ ഇതിന് പിന്നിലൊക്കെ ദൈവമുണ്ട് അല്ലേ. ദൈവം തമ്പുരാനെ കണ്ടെത്താൻ കഴിയില്ല. താറാവ് ജനിച്ച് വീണ ഉടനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നീന്താൻ തുടങ്ങും, കാലിട്ടടിച്ച് നീന്തും. ചിലപ്പോൾ തള്ളാൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവില്ല ആ താറാവിൻ്റെ കുട്ടി. ഇപ്പോൾ താറാവ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരിപ്പിച്ചു. അങ്ങനെ ആ താറാവ് അല്പം വലുതായി കഴിഞ്ഞാൽ വെള്ളത്തിൽ തന്നെ അത് കൂളായിട്ട് നീന്തും. അപ്പോൾ അതിന് തള്ളേൻ്റെ അടുത്ത്, ഇപ്പോൾ നമ്മൾ കോഴിക്കുട്ടികളൊക്കെ ആണെങ്കിൽ തള്ളയുടെ അടുത്ത് തള്ള പഠിപ്പിച്ച് കൊടുത്തു എന്ന് വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇൻക്യുബേറ്ററിൽ വിരിപ്പിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ താറാകുട്ടികളൊക്കെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ നീന്തും. അപ്പോൾ എന്താണ്, അതിലൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൈവം തമ്പുരാനും അല്ലേ. ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ദൈവം ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നീന്തണം, വെള്ളത്തിൽ എത്തിക്കഴിഞ്ഞാൽ നീന്തണം, പിടിക്കണം. അപ്പോൾ അതൊക്കെ ഇതിനൊക്കെ പിന്നിലൊരു ദൈവം തമ്പുരാനെ കണ്ടെത്താൻ കഴിയും. അല്ലാതെ പൊട്ടിത്തെറിലും തനിയൊന്നും ഉണ്ടാവില്ല. നിരീശ്വരവാദികൾ പറഞ്ഞ മാതിരി തനിയെ വന്ന് പൊട്ടിത്തെറിച്ചു എന്നാണ് ബിഗ് ബാങ് തിയറി. ഇപ്പം ബിഗ് ബാങ് തിയറി എന്ന് പറയാൻ അവർക്ക് നാണക്കേടാണ്. ബിഗ് ബാങ് അല്ല, ബിഗ് എക്സ്പാൻഷൻ ആണെന്ന് പറയാം. എക്സ്പാൻഷൻ്റെ മലയാളം അർത്ഥം എന്താണ് അതും അവർക്ക് അറിയില്ല. അതുപോലെ തന്നെ കുരങ്ങെന്ന് മനുഷ്യരുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവർ പറയും കുരങ്ങനല്ല, പൊതുപൂർവികനാണ്. കുരങ്ങെന്ന് പറയുമ്പോൾ അവർക്ക് നാണമാണ്. അതാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് അവർ പലതും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കാൾ എത്ര മനോഹരമാണ്, എല്ലാം കഴിയുന്ന ദൈവം സൃഷ്ടിച്ചു, സർവശക്തനായ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു അല്ലേ. എന്നൊന്നും നിലകൊള്ളുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, കളിമണ്ണിനാൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എത്ര യുക്തിയുണ്ട്, എത്ര മഹത്തരമാണ്. ഇത് വേണ്ടാത്ത ഓരോ പൊട്ട സിദ്ധാന്തം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ വേണ്ടി ഒരു സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി അത് അവർക്ക് തന്നെ 8ൻ്റെ പണിയായി മാറിയിട്ടുണ്ട്. മനസ്സിലായി. ഞങ്ങളുടെ വല്യച്ഛൻ കുരങ്ങനാണെന്ന് അവർ സമ്മതിക്കേണ്ടി വരും. ആ നാണക്കേടും പേടി നടക്കേണ്ടി വരും. ഇതൊക്കെ ഇല്ലുമിനാറ്റികൾ ഉണ്ടാക്കിയെടുത്ത സാത്താനിസം ചെറുത്താൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ. അപ്പോൾ മനുഷ്യനിൽ അപകർഷതാബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുരങ്ങെന്ന് മനുഷ്യനുണ്ടാക്കി എന്ന് പറയുന്നത്. അപ്പോൾ കുരങ്ങൻ നികൃഷ്ടജീവിയാണ് ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ. നിന്നിരും പതിതരുമായ മർക്കടന്മാരായി തീരുവിൽ നിന്ന് ഇസ്രായേലികളോട് അള്ളാഹു പറഞ്ഞു. അങ്ങനെ അവർ അങ്ങനെ ആയിപ്പോയി, കുരങ്ങന്മാരായി മാറി. അങ്ങനെ അവർ ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ടോ അവർ ചത്തുപോയി എന്നൊക്കെ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ കുരങ്ങന്മാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുരങ്ങന്മാരാണ് യൂറോപ്യന്മാർ, അല്ലെങ്കിൽ യജൂജുകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നൊക്കെ പറയുന്നുണ്ട് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. കാസിം ഉസ്താദും പറയുന്നുണ്ട് എല്ലാ മനുഷ്യരും ആദം നബിയുടെ മക്കളല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. 100% ശരിയാണെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ശരിയായി എന്നും വരും. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കുരങ്ങെന്നൊക്കെ മനുഷ്യരുണ്ടായി എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക. ഇവർക്ക് ഈ ശാസ്ത്രത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക. അതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്താണ് നിരീശ്വരവാദം. അതിനു വേണ്ടിയാണ് പൊട്ടിത്തെറികളെല്ലാം ഉണ്ട്. അപ്പോൾ ദൈവം
ദൈവമല്ല സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ പിന്നെ അതിന് മറ്റൊരു ഇത് കണ്ടെത്തണം, മറ്റൊരു കാര്യം കണ്ടെത്തണം അല്ലേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് നിന്ന് വെള്ളം എടുക്കാൻ സാഹചര്യം ഉണ്ടായി കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് ദൈവമില്ല എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു സൃഷ്ടിപ്പ് കണ്ടെത്തണമല്ലോ. അങ്ങനെ അവർ ഉണ്ടാക്കിയെടുത്താണ് പൊട്ടിത്തെറിലെല്ലാം ഉണ്ടായി. തനിയെ വന്ന് പൊട്ടിത്തെറിച്ചു അല്ലേ. തനിയെ തീപ്പെട്ടിക്കൂട് വന്നുണ്ടായില്ലേ. തീപ്പെട്ടി വന്നുണ്ടായി, എന്നിട്ട് തീപ്പെട്ടിയുടെ കൂടിൽ കയറി, എന്നിട്ട് തീപ്പെട്ടിക്കുള്ളിൽ പുറത്തിറങ്ങി അതിൽ വഴുതി, എന്നിട്ട് തനിയെ അത് പോയിട്ട് തൊട്ടടുത്തുള്ള പടക്കത്തിൻ്റെ വാലുമിലേക്ക് തീ പിടിച്ചു, എന്നിട്ട് കത്തി പൊട്ടിത്തെറിച്ചു. ഇതാണ് ബിഗ് ബാങ് തിയറി. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പട്ടസിദ്ധാന്തങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ അമീബ തനിയെ ഉണ്ടായി അല്ലേ. ബിഗ് എക്സ്പാൻഷൻ വന്ന് അങ്ങനെ അമീബ ഉണ്ടായി, പിന്നെ അങ്ങനെ വളർന്ന് അതിൽ മത്സ്യങ്ങളുണ്ടായി, അതുണ്ടായി ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എത്രയോ പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾ, അതുപോലെ കൊട്ടക്കണക്കാണ്, അത്രയ്ക്കൊന്നും വർഷങ്ങൾ ആയിട്ടുണ്ടാവില്ല. എന്നാൽ ഒരു 16 24 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ മാക്സിമം. കാരണം ജിന്നുകൾ എന്ന വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ബിന്നുകൾ എന്ന വിഭാഗത്തെയും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പണ്ട് കാസിം ഉസ്താദൊക്കെ പറയുന്നുണ്ട്, മറ്റു പണ്ഡിതന്മാരും പറഞ്ഞു. അപ്പോൾ ജിന്നുകളുടെ മൊത്തം അവരുടെ ഭൂമിയിൽ അവർ ജീവിച്ച ആയുസ് 8000 വർഷം അവർ ജീവിച്ചിരുന്നത്. മനുഷ്യർക്കും 8000 വർഷം തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് അള്ളാഹു. അപ്പം അതൊന്ന് ഈ ഭൂമിയിൽ വന്നിട്ട് ഏകദേശം 8000 വർഷമായി എന്നാണ് കാസിം ഉസ്താദ് പറയുന്നത്. അദ്ദേഹം പല പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്, ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നത്, വെറുതെ ഒന്നും അദ്ദേഹം പറയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ 2 കൂട്ടർക്കും 8000 വർഷമാണെങ്കിൽ ഭിന്നുകൾക്കും വർഷം 8000 വർഷമായിരിക്കും. അതിനേക്കാൾ വേണമെങ്കിൽ ഒരു 1000 വർഷം മുമ്പേ അല്ലെങ്കിൽ 8000 വർഷം മുമ്പേ വെച്ച് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ മറ്റൊരു ജീവജാലങ്ങളും സസ്യങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്രയും 4-8-32 അല്ലേ. ജിന്നിനെട്ട് മനുഷ്യനെട്ട്, അതുപോലെ സൃഷ്ടിപ്പിന് 8, മൊത്തം 32,000 വർഷമൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അതിനും പകരമാണ് ശാസ്ത്രം എന്ന ഈശ്വരവാദ പ്രസ്ഥാനം പറയുന്നത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചതാണ് പ്രപഞ്ചം. മനുഷ്യനും എത്രയോ കോടി വർഷങ്ങൾക്ക് പഴക്കമുണ്ട്, അങ്ങനെ എക്സ്പാൻഷൻ ചെയ്തു വന്നതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊക്കെ വെറും അത് ലക്ഷ്യം തെളിവൊന്നുമില്ല. അങ്ങോട്ട് തള്ളി മറച്ചിട്ട് അത് ഫുള്ള് ഗൂഗിളിലും ഒക്കെ അവരടിച്ച് കയറ്റിയിട്ടിരിക്കുകയാണ്. മനസ്സിലായി. ഒക്കെ ഓരോന്നിനല്ല, ഓരോ സാധനം തന്നെയാണല്ലോ ഗൂഗിള്. ഇപ്പം KSRTC ബസ്സിൽ പരസ്യം വെക്കുന്ന മാതിരി അവർക്ക് എന്തും ചെയ്യാമല്ലോ. ഇപ്പോൾ KSRTC ബസ്സിനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഇൻഷുറൻസോ എന്തെങ്കിലും കാര്യമുണ്ടോ, ഒരു അനുവാദം കൊടുക്കുന്നുണ്ട്. നമുക്ക് ആർക്കും കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. കേസ് കൊടുത്തവന് ഊമ്പിപ്പോവും. മനസ്സിലെ അവൻ്റെ കിടപ്പാടം പോലും പണയം വെക്കേണ്ടി വരും. അതിൻ്റെ മറ്റു പല സ്ഥാനങ്ങളിൽ നിന്നും പിരിച്ചുവിടൽ നേരിടേണ്ടി വരില്ലേ. ഇപ്പോൾ ഏതെങ്കിലും സർക്കാർ ജോലിക്കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയാണ് ഈ KSRTC ബസ്സിനെതിരെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉടനെ സർക്കാർ എന്ത് ചെയ്യും, അവനെ ജോലിയിൽ പിരിച്ചുവിടും. സർക്കാർ ജോലിക്കാരനാണെങ്കിൽ പിരിച്ചുവിടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്കാരനാണെങ്കിൽ അതിൻ്റെ മുതലാളിമാർക്ക് എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് പറയും, ഇന്ന വ്യക്തി ഇന്ന തൊഴിലാളിയെ പിരിച്ചു വിടണം, എങ്കിലേ നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ മുതലാളി എന്ത് ചെയ്യും, വേഗം പിരിച്ചുവിടും. കാരണം അവൻ്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ പിരിച്ചുവിടും. പിന്നെ ചുരുക്കി പറഞ്ഞാൽ സർക്കാരിനെതിരെ കേസ് കൊടുക്കാനൊന്നും സാധാരണക്കാർക്ക് കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇല്ലുമിനാറ്റികളാണ് ലോകം ഭരിക്കുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യുമൊക്കെ ഗൂഗിളിലും എല്ലായിടത്തും പൊട്ടിത്തെറിലെല്ലാം ഉണ്ടായി, സ്കൂൾ പാഠപുസ്തകങ്ങളിലും പൊട്ടിത്തെറിലെല്ലാം ഉണ്ടായി എന്നൊക്കെ അവർ എഴുതി ചേർത്തു. അത് നമുക്കൊന്നും മാറ്റാനോ പിടിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ മാറ്റാനോ പിടിക്കാനോ ശ്രമിച്ചാൽ അവർ മതസപ്പൊട്ടന്മാർ അങ്ങനെ എന്ന് പറഞ്ഞ് കളിയാക്കും, പരിഹസിക്കും, ഒറ്റപ്പെടുത്തും. നമ്മുടെ കുടുംബക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തും. നിങ്ങളുടെ വേണ്ടാത്ത പണിക്ക് പോകുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. സമൂഹത്തിൽ നമ്മൾ അയൽവാസികളുടെ ഇടയിലുമൊക്കെ ഒറ്റപ്പെടും. അത് പേടിച്ചിട്ട് നമ്മളൊന്നും മുണ്ടില്ല. അപ്പോൾ ഇങ്ങനെ കാക്കി തീർത്തു ഈ ഇല്ലുമിനാറ്റുകൾ, സാത്താനിസം നമ്മളെ ഒതുക്കി തീർത്തു, ഒന്നും പറയാൻ കഴിയാതെ ആക്കി തീർത്തു. ഇതിനൊക്കെ അള്ളാഹു ശക്തമായി തിരിച്ചടി കൊടുക്കട്ടെ. ഈ സാത്താനിസത്തിൻ്റെ ആൾക്കാരെ, അതിൻ്റെ അപ്പോസ്തലനായ ഇബ്ലീസിനും അള്ളാഹു തക്കതായ ശിക്ഷ കൊടുത്ത് അള്ളാഹു പരിപൂർണമായി നശിപ്പിച്ച് കളയട്ടെ. ചെറുത്താനൊന്നുമില്ലാത്ത നല്ല സംശുദ്ധമായ ലോകം വരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.